ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയിട്ട് ട്രിക്സ് ആൻഡ് ടിപ്സ് അറിയാൻ പാടാത്ത ആൾക്കാർക്ക്, സ്പെഷ്യലി ടിപ്സ് അറിയാൻ പാടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്പെഷ്യലി ഫോർ ലേഡീസ് ആൻഡ് ജെൻസ് കേട്ടോ. കിഡ്സിനെ ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വാ കാറ്റഗറിയിലേക്ക് പോവാം. സ്പെഷ്യലി ഞാൻ പറയുന്നത് 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്, നിങ്ങളുടെ ചാനൽ മസ്റ്റ് ആയിട്ട് റീച്ച് ആയിരിക്കും. ഇതാണ് 5 കാര്യങ്ങൾ. നോക്കാം. ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ആൻഡ് ഓഡിയോ ക്വാളിറ്റി. നോട്ട് ചെയ്ത് വെച്ചോ, വീഡിയോ ക്വാളിറ്റി ആൻഡ് ഓഡിയോ ക്വാളിറ്റി. എല്ലാ ബിഗിനർ യൂട്യൂബേഴ്സും ചെയ്യണ ഒരു മിസ്റ്റേക്കാണ്. ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യില്ല, വീഡിയോ ക്വാളിറ്റി നോക്കാറില്ല. ജസ്റ്റ് ഒരു സെൽഫി ക്യാമറ കൂടെ ഓപ്പൺ ചെയ്ത് വെക്കും, സെൽഫി വീഡിയോ എടുക്കും, പോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് മാത്രം വൈറലാവില്ല. ചിലപ്പോൾ ജസ്റ്റ് ലക്കിന് യൂട്യൂബ് അൽഗോറിതം ബൈ മിസ്റ്റേക്ക് തന്നെ കുറേ വ്യൂസ് നമുക്ക് തരും. അത് ഇടുന്ന എന്ത് കാര്യം കൊണ്ടാണെന്ന് എനിക്കിപ്പോഴും പിടിയിട്ടിട്ടില്ല. പല ആൾക്കാരും ജസ്റ്റ് ഒരു 10-100 വീഡിയോസ് ഉണ്ടാവുള്ളൂ, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു വീഡിയോസ് എങ്കിലും 1 lakh അടിച്ചിട്ടുണ്ടാവും. എനിക്കും കിട്ടിയിട്ടുണ്ട് ഷോർട്സിൽ. ഷോർട്സ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, വിട്ടേക്ക്. ലോങ് വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുകൊണ്ടിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ അകത്ത് വീഡിയോൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ തന്നെ എടുക്കാൻ നോക്കുക. അതായത് 1080p നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകും. സെൽഫി ക്യാമറ ആണെങ്കിലും 1080p വെച്ചെടുക്കാൻ നോക്കുക. അതായത് 1080p എന്ന് പറയും, അത് വെച്ചെടുക്കാൻ നോക്കുക. പിന്നെ ഓഡിയോ ക്വാളിറ്റി മസ്റ്റ് ആയിരിക്കണം. പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടൻസർ മൈക്ക് അല്ലെങ്കിൽ ഇവിടെ ഉള്ളതുപോലെ ഒരു മൈക്ക് യൂസ് ചെയ്യുക. ഈ ഒരു വയർലെസ് മൈക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേപ്പിൾ മൈക്ക്, കോളർ മൈക്ക്, എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹെഡ്സെറ്റ്, ഫോണിൻ്റെ ഹെഡ്സെറ്റ് എങ്കിലും വെച്ചിട്ട് ക്വാളിറ്റി ആയിട്ട് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത്രയും ലെങ്ത്തിൽ, ഇതിപ്പോൾ ഒരു 2-2.5-3 അടി ഡിഫറൻസിലാണ് എൻ്റെ ക്യാമറ ഇരിക്കുന്നത്. ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ഓഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടായാലും ഓഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. യൂട്യൂബിൻ്റെ അവരുടെ ഒരു അൽഗോരിതം വെച്ചിട്ട് ഒരു ലെവലുണ്ട്, DB ലെവലുണ്ട്. ആ പർട്ടിക്കുലർ ലെവലിലേക്ക് ഓഡിയോ എത്തിയില്ലെങ്കിൽ നമ്മളുടെ വീഡിയോ അവർ ബൂസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഓഡിയോക്ക് പ്രിഫറൻസും കൂടി കൊടുക്കുക, കുറച്ചും കൂടി ബൂസ്റ്റ് കൊടുക്കുക. വീഡിയോ ക്ലാരിറ്റിനേക്കാളും ഓഡിയോ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞാൽ, ഞാൻ കുറേ പോഡ്കാസ്റ്റൊക്കെ ജസ്റ്റ് വെച്ച് കേൾക്കാറുണ്ട്. അത് അവരുടെ ഓഡിയോ ക്ലാരിറ്റി കൊണ്ട് മാത്രമാണ്. ഹിന്ദി, ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സെക്ഷനിൽ വരാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ച് ഇങ്ങനെ കേട്ട് പോകും. പാട്ടാണെങ്കിൽ നമ്മൾ വീഡിയോസ് കാണാറില്ല, പാട്ടിൻ്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കുക, വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി. നിങ്ങൾ വീഡിയോ എടുക്കുന്നതും ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നതും ക്ലിയർ ആക്കാൻ നോക്കുക. ഓക്കെ. അതേപോലെ നിങ്ങൾ വീഡിയോ എടുക്കാൻ നോക്കുന്ന ഫോർമാറ്റ് ഏതാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലാണെങ്കിൽ MP4 ആയിരിക്കും ഉണ്ടാവുന്ന. MOV അല്ലെങ്കിൽ AVI ഫോർമാറ്റ് അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് കുറവാണ്. മാക്സിമം AVI ആൻഡ് MOV അവോയ്ഡ് ചെയ്യുക. MOV ഫയൽ വരാൻ നേരത്ത് ഭയങ്കര വലിയ ഫയലായിരിക്കും, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ലോങ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ കുറഞ്ഞ ഒരു 500 MB നിൽക്കേണ്ട ഒരു വീഡിയോ ആണെങ്കിൽ, ഒരു 5 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1 GB മേളിലൊക്കെ പോകും. അത് പ്രോസസ്സിങ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഗ്ലിച്ചൊക്കെ വന്നിട്ട് സ്റ്റോപ്പ് ആയി പോകും. അതുകൊണ്ടിട്ട് നിങ്ങൾ ഐഫോണിലൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഐഫോണൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. സെൽഫി വീഡിയോ ഒക്കെ ആണെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ബെറ്റർ. MP4 ആണെങ്കിൽ യൂട്യൂബ് പ്രിഫർ ചെയ്യുന്നത് MP4 ആണ്. സോ മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ MP4 മാറി വരുമ്പോഴത്തേക്കും കുറച്ച് ടാസ്ക് ആണ്. അതുകൊണ്ട് MP4 ഫോർമാറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. ഓഡിയോ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ക്വാളിറ്റി തന്നെ വെക്കുക. മൈക്ക് യൂസ് ചെയ്യാൻ നോക്കുക. മൈക്കില്ലാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം ഫേസ് ക്ലോസ് ആക്കി വെച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടും, മൈക്കില്ലാത്ത ആൾക്കാരാണെങ്കിൽ. അടുത്തത്, രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ചാനലിലേക്ക് ഒരു പേജ്, നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണാൻ നേരത്തെ ആ ഒരു പേജിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു മെയിൻ സംഭവം അത് തംബ്നെയിലാണ്. തംബ്നെയിൽ നിങ്ങൾ എന്തൊക്കെയാണോ അട്രാക്റ്റീവായിട്ട് എഴുതുന്നത് അത് മാക്സിമം ക്യാച്ചിങ് ആയിരിക്കണം. അതായത് നല്ല വ്യക്തവും വടിവത്തതുമായിട്ടുള്ള മലയാളം അക്ഷരമാണെങ്കിൽ മലയാള അക്ഷരം വെച്ചിട്ട്, അത് കുറേ ഫോണ്ടുകളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക, എങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾ നല്ല വടിവായിട്ട് എഴുതി വെക്കുക. ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ തംബ്നെയിൽസ് ഉണ്ടാക്കാൻ നേരത്ത് ഇന്ന വീഡിയോ. ഇപ്പോൾ ഞാനൊരു കാറിനെ കുറിച്ച് പറയുകയാണ്. കാറാണെങ്കിൽ മൈ കാറിന് മാത്രം അടിച്ച് വിടാതെ ആ കാറിനെ കുറിച്ച് ഇപ്പോൾ പോർഷെ ഡീറ്റെയിൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് തംബ്നെയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. എന്നാൽ മാത്രമേ അതിനകത്തേക്ക് വ്യൂവേഴ്സ് കയറി വരുള്ളൂ. ജസ്റ്റ് യൂട്യൂബ് നമ്മൾ പ്ലേ ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് കയറുന്ന ഒരു തംബ്നെയിൽ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് ആൾക്കാർ വരുള്ളൂ. സോ തംബ്നെയിൽ അട്രാക്റ്റീവ് ആകുക. പിന്നെ വേറൊരു മെയിൻ കാര്യം, തംബ്നെയിലിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാറിൻ്റെ വീഡിയോ എടുത്തിട്ട് കാറിനെ കുറിച്ച് റിവ്യൂ ചെയ്യണം, അല്ലാതെ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലിറങ്ങുന്ന ഒരു മാരുതിയുടെ കാറാണെന്ന് വെച്ചോ,
മാരുതിയുടെ ഒരു മാരുതി സുസുക്കിയുടെ ഒരു കാറ്, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് അതിന് പകരം ഫോട്ടോ കൊണ്ടിട്ട് BMW കൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് മിസ്ലീഡിങ് ആണ്. അതായത് വേറെ വഴിതെറ്റിച്ച് ആളെ പറ്റിച്ച് വ്യൂ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ചെയ്യരുത്. അത് യൂട്യൂബ് അൽഗോരിതത്തിന് എതിരാണ്. അവരത് വ്യൂസ് കട്ട് ചെയ്ത് കളയുന്ന രീതിയിൽ നമ്മുടെ വ്യൂസിനെ ആരെങ്കിലും ഒരു റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും ബാഡ് ആയിട്ട് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് സെൻസ് ചെയ്ത് നമ്മുടെ വീഡിയോനെ ഡൗൺ ആക്കി കളയും. അതുകൊണ്ട് മിസ്ലീഡിങ് ആയിട്ടുള്ളത് ഇടാതെ നോക്കുക. പിന്നെ തംബ്നെയിൽ കൊടുക്കുന്ന പോലെ തന്നെ ടൈറ്റിൽസിന്റെ കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു കെയറിങ് വേണം. ടൈറ്റിൽസിൽ സാധാരണ ആൾക്കാർ ചെയ്യണമെങ്കിൽ അറിയാം, പഴയ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് പണ്ടത്തെ ഇപ്പൊ ഹിറ്റ് അയക്കുന്ന ആൾക്കാർ പണ്ട് ചെയ്തേക്കുന്ന വീഡിയോസ് 2012 2013 ചെയ്തേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ടൈറ്റിലിൽ മൈ വീഡിയോ, മൈ വ്ളോഗ് 1, വ്ളോഗ് 2 ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ടൈറ്റിൽസ് ഒന്നുമില്ല. ഇപ്പൊ വന്ന യൂട്യൂബേഴ്സ് എല്ലാം പഠിച്ചിറങ്ങിയവരാണ്. അതായത് കുറെ കണ്ട് പഠിച്ചു തന്നെ. ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരെയും കോപ്പി ചെയ്തിട്ടാണ് ടൈറ്റിൽ ഇറക്കുന്നത്. അതായത് നമുക്ക് മാക്സിമം അട്രാക്ഷൻ കിട്ടണം ഈ തംബ്നെയിലും. രണ്ടാമത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞ പോലെ തന്നെ തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ, പിന്നെ മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിൽസിലൊന്നും കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പൊ രണ്ടാമത്തത് അത്യാവശ്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. തംബ്നെയിലും ടൈറ്റിലും കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. വേണ്ടാത്ത രീതിയിലൊന്നും എഴുതാണ്ട് നോക്കുക. യൂട്യൂബ് അൽഗോരിതത്തിന് വെറുതെ ചൊറിഞ്ഞ് പണി മേടിക്കാതിരിക്കുക. ഓക്കെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ നേരത്തെ തംബ്നെയിൽ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിലിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. സാധാരണ എല്ലാവരും ലോങ് വീഡിയോ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഷോർട്സ് ചെയ്യാൻ നേരത്ത് ടൈറ്റിൽ അടിക്കും, ടൈറ്റിലെടുത്ത് ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യും. അതേ സംഭവം തന്നെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വരും. കഴിഞ്ഞു. ഇങ്ങനെയല്ല പോസ്റ്റ് ചെയ്യേണ്ടത്. ടൈറ്റിൽ എടുക്കുക, അതേ രീതി കോപ്പി പേസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇടുക. എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോ എന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും തലയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാവരുടെയും ഫോണിൽ ChatGPT എന്നൊരു സംഭവം ഉണ്ട് ഇല്ലേ? ആ സംഭവത്തിൽ കയറി നിങ്ങളുടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് കൊടുത്താൽ അവർ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരും. അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുവന്നിടുക. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറുക്ക് വഴി പറഞ്ഞുതരാം. വേറെ യൂട്യൂബ് ചാനലിൽ അടുത്ത ടാബിൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ എന്താണ് അടിച്ചേക്കണത്, ഇപ്പോൾ മേക്കിംഗ് ഓഫ് കാർ വീഡിയോ അല്ലെങ്കിൽ കാറിൻ്റെ റിവ്യൂ, ജസ്റ്റ് യൂട്യൂബിലെ സെർച്ചിൻ്റെ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു കുന്നു സാധനം ലിസ്റ്റ് താഴെ വരും. ആ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്ത് കുറച്ച് അതേ എടുത്തിട്ട് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക എന്തൊക്കെയാണ് അവർ കൊടുത്തേക്കണത്. ആ രീതിയിൽ നോക്കിയിട്ട് അത് തന്നെ എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. അത് തന്നെയാണ് നിങ്ങൾക്ക് മാച്ചിങ് ആണെങ്കിൽ മാത്രം. ഇത് കുറുക്ക് വഴികളാണ് കേട്ടോ. അല്ലാണ്ടത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ അതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ക്രിയേറ്റ് ചെയ്ത് നല്ല റയർ ആയിട്ടുള്ള സംഭവങ്ങൾ ഒപ്പിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിടാം. ഇതൊരു മെയിൻ സംഭവമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ടൈറ്റിലിൽ ഈ ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ടൈറ്റിലിൽ കുറേ ഹാഷ്ടാഗ് ഒന്ന് കുത്തിക്കയറ്റി കുളമാക്കാതിരിക്കുക. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാം ഹാഷ്ടാഗ്. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും സൈറ്റ് യൂസ് ചെയ്യാം. ഹാഷ്ടാഗ് ജനറേറ്റർ എന്തെങ്കിലും സൈറ്റ് യൂസ് ചെയ്ത് കുറേ ഹാഷ്ടാഗ് വരും. നിങ്ങൾ എന്താണ് നിങ്ങൾ ടൈറ്റിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഹാഷ്ടാഗുകൾ ക്രിയേറ്റ് ആയി വരും. അത് കോപ്പി ചെയ്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് പിന്നെ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ കുക്കിംഗ് വീഡിയോ, കുക്കിംഗ് ബിരിയാണി, കുക്കിംഗ് മറിച്ചെന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സ് അതിൻ്റെ അകത്തേക്ക് സെർച്ച് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ വീഡിയോ ഫ്രണ്ടിൽ വരും, കണ്ടിരിക്കും. അപ്പോൾ മൂന്നാമത്തെ കാര്യം ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആക്കുക. പിന്നെ ഹാഷ്ടാഗ് ഏറ്റവും താഴെ വരാൻ നേരത്ത് ഹാഷ്ടാഗിൻ്റെ ഒരു കോളമുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ റാപ്പിഡ് ടാഗ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ വെബ് പേജിലുണ്ട്. അപ്പോൾ ക്രോമിൽ കയറി റാപ്പിഡ് ടാബ്സ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹാഷ്ടാഗും കിട്ടും. അതിൻ്റെ ഹാഷ്ടാഗും അടിച്ചിട്ട് നിങ്ങൾ കയറ്റിയിടുക. ഈ മൂന്ന് കാര്യങ്ങളും മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അതായത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് വ്യൂവേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. എനിക്കും കുറേ വ്യൂ കിട്ടിയിട്ടുള്ള ഒരു മെയിൻ കാരണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മാസം കൊണ്ട് എനിക്ക് എന്തോ ഇത്രയോ മില്യൺസ് വ്യൂ വന്നിട്ടുണ്ട് ഷോർട്സിൽ തന്നെ. ഞാൻ ഇതെല്ലാം മസ്റ്റായിട്ടും കീപ്പ് ചെയ്ത് പോകണ കൊണ്ടിട്ട് മാത്രം വന്നതാണ്. ഒന്നുമില്ലാത്ത വീഡിയോസിന് എനിക്ക് കിട്ടിയിട്ടുമില്ല. ചില വീഡിയോസിന് വെറുതെ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് എങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അത് സ്റ്റക്കായി പോയിട്ടുണ്ട്. പിന്നെ ആ വ്യൂസിലാണ് സ്റ്റക്കായി പോയിട്ടുണ്ട്. സോ ഇപ്പോഴും നിങ്ങളുടെ വ്യൂസ് റണ്ണിങ് ആവണം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വ്യൂ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 50% 60% ചാൻസ് കൂടുതലാണ്. അതാണ് എൻ്റെ സ്ക്രീൻ അല്ലെങ്കിൽ കാർഡ്സ്. നിങ്ങളുടെ യൂട്യൂബ് ലാപ്ടോപ്പിലോ PC-യിലാണ് അപ്ലോഡ് ചെയ്യണത്, അല്ലെങ്കിൽ ക്രോം വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യണത്, മൊബൈലിൽ അപ്ലോഡ് ചെയ്യണമെന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണുമ്പോൾ അറിയാൻ പറ്റും. വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. വിസിബിലിറ്റി ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ സെക്ഷൻ കഴിയാൻ നേരത്തിൽ കാണാൻ പറ്റും. കാർഡ്സ് ഉണ്ടാവും, എൻ്റെ സ്ക്രീൻ ഉണ്ടാവും. മസ്റ്റായിട്ട് നിങ്ങൾ അത് രണ്ടും എൻ്റെ സ്ക്രീനിൽ അടുത്ത വീഡിയോ സെലക്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ വീഡിയോ കണ്ട് കഴിയാൻ നേരത്ത് ഈ സെക്ഷൻ എല്ലാ വീഡിയോസിനും നിങ്ങൾ ബിഗിനേഴ്സിനോടാണ് പറഞ്ഞേട്ടോ. കണ്ട് കഴിയാൻ നേരത്ത്
അടുത്ത വീഡിയോ പ്ലേ ചെയ്യാനുള്ള 2 കോളം കാണിച്ചിട്ടുണ്ടാവും അടുത്ത വീഡിയോസ് കണ്ടിന്യൂറ്റി വരാൻ വേണ്ടിയിട്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. ആ 2 വീഡിയോ ഏതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. വ്യൂസ് ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് വെക്കാം എൻ്റെ സ്ക്രീനിൽ. കാർഡ്സ് എന്ന് പറയുമ്പോൾ അധികം വലിച്ചു നീട്ടരുത്. കാർഡ്സിൻ്റെ കോളത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ലോങ് വീഡിയോ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയിൽ ഒരു 10 സെക്കൻഡിൻ്റെ സൈഡിൽ കൊണ്ട് കാർഡ്സ് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡിലേക്കൊന്നും പോരരുത്. ചില ആൾക്കാർ ലോങ് വീഡിയോ കാണാണ്ട് സ്കിപ്പ് ചെയ്ത് കളയും. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ 5-ാമത്തെ സെക്കൻഡിലെ 10-ാമത്തെ സെക്കൻഡിൽ തന്നെ നിങ്ങൾ കാർഡ്സിൻ്റെ സെക്ഷനിൽ ഏത് വീഡിയോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് വെക്കുക. ഇതാണ് 4ാമത്തെ കാര്യം. ഇതുവഴി എനിക്ക് കുറച്ച് നല്ല വീഡിയോസ്, എനിക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട് വീഡിയോസിനൊക്കെ. അതുകൊണ്ടാണ് ഇത് മസ്റ്റായിട്ടും പറയാനുള്ള കാര്യം. ഒരിക്കലും എൻഡ് സ്ക്രീനും കാർഡ്സും നിങ്ങൾ മറന്നു പോകരുത്. വേറൊരു കാര്യം, കസ്റ്റം തംബ്നെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ ചെറുതായിട്ട് വിട്ടുപോയായിരുന്നു. വേറെ ഒന്നുമല്ല, അത് യൂട്യൂബ് ജനറേറ്റഡ് ആയിട്ടുള്ള കസ്റ്റം തംബ്നെയിൽസ് ഉണ്ട്. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് പ്രോസസ്സിങ് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിയാൻ നേരത്ത് യൂട്യൂബ് തന്നെ ഓൾറെഡി അവർ പ്രോസസ്സ് ചെയ്ത് ഒരു ജനറേറ്റഡ് ആയിട്ടുള്ളൊരു തംബ്നെയിൽ കാണിച്ചു തരും. ഒരിക്കലും സെലക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ലോങ് വീഡിയോ ആണെങ്കിൽ മസ്റ്റായിട്ടും ഒരു 1080 റെസൊല്യൂഷനിൽ, അതായത് യൂട്യൂബിന് മാക്സിമം കിട്ടാവുന്ന ഒരു റെസൊല്യൂഷൻ അതാണ്, അതിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല തംബ്നെയിൽ ഉണ്ടാക്കിയിടാൻ നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ക്യാൻവ യൂസ് ചെയ്യാം, പിക്സൽ ലാബ് യൂസ് ചെയ്യാം, ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാം. ഏതെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് തംബ്നെയിൽ ഉണ്ടാക്കാം. ഇനി അതും പോരെന്നുണ്ടെങ്കിൽ AI സൈറ്റുകളുണ്ട്, അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കി വരും. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള മറുപടി വീഡിയോ അടുത്ത് ഇട്ട് തരാം കേട്ടോ. 5ാമത്തെ കാര്യം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് കൺസിസ്റ്റൻസിയാണ്. എന്തൊരു കാര്യത്തിനും നമ്മൾ പ്രോഗ്രസ് ആവശ്യമുള്ള ഏതൊരു കാര്യത്തിനും നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ ഒരു ജിമ്മിൽ പോയി ഒരു നല്ല ശരീരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പോലും നമുക്കതിന് കൺസിസ്റ്റൻസി വേണം. ഇല്ലെങ്കിൽ ഇന്നൊരാഴ്ച ചെയ്ത് അടുത്ത ആഴ്ച വർക്കൗട്ട് ചെയ്യാണ്ട് മാറിയെന്നാൽ അതങ്ങനെ പിന്നെ ഉണ്ടല്ലായിപ്പോൾ. അതേപോലെ തന്നെയാണ് നമ്മളുടെ യൂട്യൂബിൻ്റെ കാര്യം. ഇന്നൊരാഴ്ച ചെയ്ത് അടുത്ത ആഴ്ച നമ്മൾ ചെയ്തില്ലെങ്കിൽ സ്റ്റക്കായി പോകും. പിന്നെ നമ്മൾ താഴേക്ക് തന്നെ പോകും. അത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു ലെവലിൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഒരു 10,000-15,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവണ വരെ പോട്ടെ, ഒരു 1000-2000 സബ്സ്ക്രൈബേഴ്സ് ആവണത് വരെ കുറഞ്ഞത് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ നീഷ് ഓഡിയൻസിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് മാത്രം പോസ്റ്റ് ചെയ്ത് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ചില ആൾക്കാർക്ക് പറ്റിയെന്ന് വരില്ല. 1-2 വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ ടെൻഷൻ ആയിരിക്കുള്ളൂ. അതിനുള്ള ഒരു എളുപ്പ മാർഗമാണ് ChatGPT. ഇത് ഞാൻ തൊട്ട് ഇപ്പോൾ പറയണത് ChatGPT അത് കണ്ടന്റ് ഇല്ല, ബ്രെയിൻ ഫോഗ് വന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണ്. അതും ഇല്ലെങ്കിൽ ക്രോമിൽ കയറി ടൈപ്പ് ചെയ്ത് നോക്കുക. അതും ഇല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് നോക്കുക, അവർ തരും നിങ്ങൾക്ക് കണ്ടന്റ്. ഇനി കണ്ടന്റ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വേറെ ഞാൻ ചെയ്യാം. കണ്ടന്റ് ഇപ്പോൾ ഒരു കണ്ടന്റും ഇല്ലാണ്ട് ഞാൻ തപ്പി നടക്കുകയാണ്, ആ കണ്ടന്റ് എങ്ങനെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളതിനുള്ളൊരു സ്ക്രീൻഷോട്ട് വീഡിയോ ഞാൻ അടുത്ത ഞാൻ ഇടാം. കണ്ടോ, 5 കാര്യമായിട്ടുണ്ട്. 5-ൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇടാം. അല്ലെങ്കിൽ എല്ലാം കൂടി ഈ ബിഗിനേഴ്സിന് തലയിൽ കയറിയാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അതിൻ്റെ വീഡിയോസ് കാണുന്നത് ബിഗിനേഴ്സ് അല്ലാത്ത ആൾക്കാരും കാണുന്നുണ്ടാവും. ഇപ്പോൾ ഞാനെന്ത് തേങ്ങയാണ് ഇവിടെ നിന്ന് പറഞ്ഞതെന്ന് പല ആൾക്കാരുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല കാര്യങ്ങൾ. ഇത് യൂട്യൂബിൻ്റെ പച്ചയായ സത്യമാണ്. കാരണം എൻ്റെ ഒരു ചാനൽ ബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അതേപോലത്തെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് എൻ്റെ ചാനൽ വരെ സ്റ്റക്കായി പോയിട്ട് ഞാൻ അവരെ വിളിച്ച് പറയാത്തൊന്നുമില്ല. ചാറ്റ് ചെയ്ത് പറയുമ്പോൾ അവർ റിപ്ലൈ തരുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം, ഇങ്ങനെയാണ് ഫ്രീസ് ആവുന്നത്, യൂട്യൂബ് ഇങ്ങനെ ഫ്രീസ് ആവാറുണ്ട്, നിങ്ങളുടെ ചാനൽ ഹൈ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റക്ക് ആവാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതാണ് അൽഗോരിതം, യൂട്യൂബ് ഇങ്ങനെയാണ്. അവർ എത്ര പേരോട് ചാറ്റ് ചെയ്താലും ഒറ്റ കാര്യം പറയുള്ളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദിസ് ഈസ് ജനറേറ്റഡ് AI സംതിങ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നേ ഉള്ളൂ, നമ്മൾ ഈ ഒരു 5 കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്ക്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇനിയുള്ള ഒരു 5-8 കാര്യങ്ങൾ ബാക്കി ബാക്ക്ഗ്രൗണ്ട് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. മസ്റ്റായിട്ടും കാണുന്നുള്ള ആൾക്കാർ കമൻറ്റ് ഇട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ലേഡീസ് ആൻഡ് ജെൻസിന് മസ്റ്റായിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോണത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. എന്തെങ്കിലുമൊക്കെ ഉപകാരം എന്നെ കൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഞാൻ പറഞ്ഞുതരാം.